നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ചങ്കുറപ്പിൻ്റെ പര്യായം. ടീം ഇന്ത്യയുടെ ചുണക്കുട്ടികളെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ശുഭ്മൻ ഗിൽ ഹീറോയാണ്, KL രാഹുൽ ഹീറോയാണ്, വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ഹീറോകളാണ്. യെസ്, ടീം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അസാധ്യമെന്ന് കരുതിയത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇന്നലത്തെ 2 സെഷനുകൾ ഇംഗ്ലീഷുകാർക്ക് വിക്കറ്റ്ലെസ് ആയിരുന്നു. ഇന്ന് അവരാകെ എടുത്ത 2 വിക്കറ്റുകൾ. പരാജയ ഭീതി ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കളിയുടെ 3-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ആ രൂപത്തിലായിരുന്നെങ്കിൽ 4-ാം ദിവസം നമ്മുടെ പയ്യന്മാർ KL രാഹുലും ശുഭ്മൻ ഗില്ലും ചേർന്ന് നടത്തിയൊരു ചെറുത്തുനിൽപ്പ് ഇന്നത് രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഏറ്റെടുത്തപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വിജയം എന്നുള്ള സ്വപ്നം അങ്ങ് പൊലിഞ്ഞു പോയി. ഈ സമനിലയുണ്ടല്ലോ, ഇതൊരു വിജയത്തിന് തുല്യമായ സമനിലയാണ്. പോരാടി നേടിയ സമനിലയാണ്. ടെസ്റ്റിന്റെ സൗന്ദര്യം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. യെസ്, നമ്മളത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളിലെ 4-ാം ടെസ്റ്റ്, മാഞ്ചസ്റ്ററിലെ ടെസ്റ്റ് ഇതാ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 358 റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലണ്ട് 669 റൺസാണ് അവരുടെ ഇന്നിങ്സിൽ അടിച്ചിരുന്നത്. വലിയ ഒരു ലീഡ് അവർ സ്വന്തമാക്കി. എന്നാൽ 2-ാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് തുടക്കത്തിൽ 2 വിക്കറ്റുകൾ, റണ്ണൊന്നും എടുക്കാതെ 2 പേര് മടങ്ങിയപ്പോൾ ജയ്സ്വാൾ ഡക്ക്, സായ് സുദർശൻ ഡക്ക്, അവിടെ ടീം ഇന്ത്യയുടെ പരാജയം ഇതാ മുന്നിൽ നിന്ന് കരുതിയെങ്കിൽ തെറ്റി. അവിടെ നിന്നാണ് KL രാഹുലും ശുഭ്മൻ ഗില്ലും ചേർന്നുകൊണ്ടുള്ള ഒരു കിടിലൻ കൂട്ടുകെട്ട്. 2 പേരും കൂടി 188 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. KL രാഹുൽ മടങ്ങുന്നത് ഇന്ത്യൻ ഇന്നിങ്സിലെ 71-ാമത്തെ ഓവറിലാണ്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഗാംഭീര്യം ഒന്ന് നോക്കണം. 230 പന്തുകൾ നേരിട്ട് 8 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം 90 റൺസ് അടിച്ചു. ശുഭ്മൻ ഗില്ല് മറ്റൊരു സെഞ്ചുറി കൂടി നേടുന്ന കാഴ്ച. 238 പന്തുകൾ നേരിട്ട് 12 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം 103 റൺസ് അടിച്ചു. എന്ന് പറഞ്ഞാൽ 222-ന് 4. പിന്നെ അങ്ങ് കുഴിഞ്ഞു വീഴുമെന്ന് ചിലരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ കുഴിഞ്ഞു വീഴാൻ? വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ചങ്ക് പറിച്ച് കയ്യിൽ വെക്കുന്ന വണ്ണം അത്രത്തോളം ആത്മാർത്ഥമായിട്ടങ്ങ് പൊരുതി, കമ്മിറ്റഡായിട്ടങ്ങ് കളിച്ചു. 2 പേരും സെഞ്ചുറി. വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ്. 206 പന്തുകൾ നേരിട്ട് അദ്ദേഹം 101 റൺസ് അടിച്ച് പുറത്താകുന്നു. രവീന്ദ്ര ജഡേജ 185 പന്തുകളിൽ നിന്ന് 107 റൺസ് അടിച്ച് പുറത്താകുന്നു. അതോടുകൂടി മത്സരം സമനിലയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. യെസ്, പോരാടി നമ്മുടെ ചുണക്കുട്ടികൾ 425-ന് 4 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ഡ്രോ എന്നുള്ള തീരുമാനം വരുന്നത്. നമ്മൾ അവരുടെ കടം വീട്ടി നമ്മുടേതായിട്ടുള്ള ലീഡും പിടിച്ച് തുടങ്ങിയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം ഇതാണ്. എതിരാളികൾ മുന്നോട്ട് വെച്ച ആ വലിയ സ്കോറിന് മുന്നിൽ ഒട്ടും പതരാതെ 2-ാമത്തെ ഇന്നിങ്സിൽ നമ്മൾ കരുത്ത് കാട്ടി. യെസ്, ഇനി അവസാന ടെസ്റ്റിലേക്ക് കടക്കുമ്പോൾ ശരിയാണ്, 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. അവസാന ടെസ്റ്റിൽ പോരാടും പരമ്പര സമനിലയിൽ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്നലത്തെയും മിനിയാത്തെയും ഒക്കെ നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ സങ്കടമായിരുന്നു. ടീം ഇന്ത്യ തോൽക്കുന്നത് ആഘോഷിക്കാൻ കുറേ ആളുകൾ ഇറങ്ങിയിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇന്ന് രാവിലത്തോടുകൂടി തീരുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്ക് എന്തായാലും അവരോടൊന്നേ പറയാനുള്ളൂ, സംഗതി നിങ്ങളെ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ല. ഇത് കര വേറെയാണ്. നമ്മുടെ ചുണക്കുട്ടികൾ അത് വേറെ ലെവലാണ്. അപ്പോൾ ഇന്ത്യയുടെ തോൽവി ആഗ്രഹിച്ചിരുന്നവരൊക്കെ പോയി കിടന്നുറങ്ങിക്കോളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.